കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും ആയിരിക്കയാൽ ഒരു ദുഷ്ടനും നമ്മളെ നോക്കാനോ പിടിച്ചെടുക്കുവാനോ സാധ്യമല്ല. ദൈവത്തിൻ്റെ കരം ബലമുള്ളതാണ്, ശ്രേഷ്ഠമാണ്. അത് വീര്യം പ്രവർത്തിക്കുന്നതാണ്, ഉയർന്നിരിക്കുന്നതാണ്, നീട്ടിയാൽ ആർക്കും മടക്കാൻ പറ്റാത്തതാണ്, അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയാത്തതാണ്. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ കരം കുറുതായി പോയിട്ടുണ്ടോ? ഇന്നും കുറുകിപ്പോകാത്ത ഒരു കരം നമ്മുടെ ദൈവത്തിൻ്റെ കരം മാത്രമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ ഈ പകലിലും വെളിപ്പെട്ടു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ലോകത്തിലെ തുണകളൊക്കെ കഷ്ടകാലത്ത് കൂടെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. യോബിൻ്റെ കഷ്ടതയുടെ പീക്ക് ടൈമിൽ തക്ക തുണയായിരുന്ന തൻ്റെ ഭാര്യ പറഞ്ഞു, നീ ഭക്തി ഇനിയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ യോബേ? അത് വിട്ടിട്ട് ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ലോകത്തിലെ സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ വ്യത്യാസം വരും. പക്ഷെ അവിടെ ഏറ്റവും അടുത്ത തുണയായി, താങ്ങായി, കരുത്തായി, കരുതലായി, സാന്ത്വനമായി, സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞിറങ്ങി വരുന്ന ദൈവത്തെയാണ് പ്രിയ സഹോദരങ്ങളെ നാം സേവിക്കാൻ ഇറങ്ങിയത്. നമ്മൾ ബലഹീനരാകുമ്പോൾ തന്നെ ബലവാനായ ഒരു ദൈവത്തിൻ്റെ ബലം നമ്മുടെ ബലഹീനതയിലേക്ക് ഇറക്കിവിടും. ശക്തി ചോർന്നു പോകുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ ഉടയവൻ, നമ്മൾ സേവിക്കുന്നവൻ. ഈശാനമുലെന്ന കാറ്റടിക്കുമ്പോഴും സ്ഥൈര്യത്തോടെ ഇരിപ്പീനെന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കുന്നവൻ യഥാർത്ഥ ദൈവഭക്തനാണ്. ചെങ്കടൽ വരുമ്പോഴും മുൻപോട്ട് പോകുക എന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കുന്നവൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ്. സിംഹത്തിൻ്റെ കുഴി വരുമ്പോഴും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതിനെ ഫേസ് ചെയ്യാൻ മുമ്പോട്ട് വരുന്നവൻ ദൈവിക ഭക്തനാണ്. തീച്ചൂള കഠിനമാക്കി ചൂട് വർദ്ധിപ്പിക്കുമ്പോഴും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ പിന്മാറത്തില്ലെന്ന് പറയുന്നവർ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉടമകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? പ്രതിസന്ധി വരുമ്പോൾ, വേദന വരുമ്പോൾ പ്രാർത്ഥന നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ആരാധിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കാറുണ്ട്. പ്രിയരെ, പ്രശ്നവും നമ്മുടെ ആരാധനയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ആരാധ്യനായ ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ ഏത് കാലഘട്ടത്തിലും സ്തുതിക്കുവാനും ആരാധിക്കാനും ദാവീദ് പറഞ്ഞതുപോലെ, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് പ്രതിസന്ധിയാണെങ്കിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപിക്കാൻ അങ്ങനെയുള്ളവർക്കേ കഴിയുള്ളൂ. പൗലോസ് നോക്കൂ, കാരാഗ്രഹത്തിലും വിളിച്ചു പറയുന്നു, കർത്താവിൽ സന്തോഷിക്കട്ടെ. വേദനയുടെ നടുവിലും പിറുപിറുക്കാതെ ഇതിനെയൊക്കെ ജയിക്കാൻ എനിക്കൊരു അഭിഷേകമുണ്ടെന്ന് വിളിച്ചു പറയാൻ പൗലോസിന് അതുകൊണ്ടാണ് കഴിഞ്ഞത്. എൻ്റെ കൂടെയുള്ളവനാരാണ്, എന്നെ വിളിച്ചവനാരാണ്, ഞാൻ വിശ്വസിച്ചവനാരാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ
ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഇന്ന് വെളിപ്പെട്ടു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 29-ാം വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അടുത്ത ഭാഗമൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ വെളിപ്പാടുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവൻ അവിടെയില്ല. സ്തോത്രം. ഈ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേർ മാളിക മുറിയിൽ കൂടി വന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവ് അവരുടെ മേൽ വന്നു. അവർ ഇരുന്നിടം നിറച്ചു. ആത്മാവ് വന്നാൽ നിറയ്ക്കും. അഗ്നി ജ്വാല പോലെ നാവുകൾ പ്രത്യക്ഷമായി. ആത്മാവ് വന്നാൽ നാവുകൾക്ക് വ്യത്യാസം വരും. എല്ലാവരുടെ മേലും പതിഞ്ഞു. ഒരു സ്റ്റാമ്പ് പതിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം എല്ലാവരുടെ മേലും പതിഞ്ഞു. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അനേകർ ഓടിക്കൂടിയവർ അമ്പരന്നു പോയി. അനേക ഭാഷക്കാർ ഓടിക്കൂടി. അവർക്ക് ഈ സംഭവം എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് അന്യോന്യം പറഞ്ഞു. ചിലർ പറഞ്ഞിവർ പുതുവീഞ്ഞ് കുടിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. നോക്കൂ പ്രിയ സഹോദരങ്ങളെ, 120 പേരുടെ മേൽ നിറയ്ക്കുന്ന ആത്മാവ്, നാവുകൾ മേൽ അധികാരം നൽകിയ ആത്മാവ്, പതിഞ്ഞ ആത്മാവ്, നിറച്ച ആത്മാവ്, അത് കണ്ടപ്പോൾ പലർക്കും കൺഫ്യൂഷനായി. ഇതെന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യഹൂദാ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്നവരുമേ, നിങ്ങൾ ഇതറിയണം, ഇത് ശ്രദ്ധിക്കണം. ഇവർ ലഹരി പിടിച്ചവരല്ല എന്ന് പറഞ്ഞിട്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്ന് പത്രോസ് ശക്തമായി പ്രഖ്യാപിക്കുക. ആ പ്രവചന ഭാഗം നിറവേറുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ പുരുഷന്മാരോട് പറയുകയാണ്, ഈ വചനം നിങ്ങൾ കേൾക്കണം. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച അത്ഭുത പ്രവർത്തികൾ, ദൈവിക ശക്തികൾ, അടയാളങ്ങൾ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താൽ, മുന്നറിവിനാൽ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ലായിരുന്നു. ഈ വചനങ്ങൾ പൗലോസ് ആധികാരികമായി പറയുകയാണ്. എന്നിട്ടാണ് നമ്മൾ വായിച്ച വാക്യം, നമ്മുടെ ഗോത്രപിതാവായ ദാവീദിന്റെ കല്ലറ അവിടെ ഉണ്ട്, അതിന്നും അവിടെ ഉണ്ട്. പക്ഷേ യേശുവിന്റെ കല്ലറയ്ക്കകത്ത് യേശു ഇല്ല. യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാനുള്ള സന്ദേശം, വാഗ്ദത്തമുള്ളതിനെ പിടിച്ചു വെക്കാൻ, അധികാരമുള്ളതിനെ പിടിച്ചു വെക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. മറ്റു പല കല്ലറകളും അവിടെ അടഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ള സന്ദേശം, പുനരുത്ഥാനത്തിൻ്റെ പവർ തുറക്കുന്നതാണ്, പൊട്ടിക്കുന്നതാണ്.
സാമ്രാജ്യ ശക്തികളെ തകർക്കുന്നതാണ്. കാവൽ നിരയെ തച്ചുടയ്ക്കുന്നതാണ്. ഒരു ശക്തിക്കും പിടിച്ചൊതുക്കാൻ പറ്റാത്തതാണ്. ഇന്നും സാക്ഷ്യമായി വിളിച്ചു പറയുന്നു, ആ കല്ലറ തുറന്നു കിടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ബന്ധൗസഖ്യ കല്ലറ, കല്ലുവെച്ച കല്ലറ, കാവൽ നിരയെ കൊണ്ട് വിന്യസിച്ച കല്ലറ. ഈ പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, വാഗ്ദത്തമുള്ളവനെ എത്ര പിടിച്ചൊതുക്കിയാലും, ബന്ധൗസഖ്യ അടച്ചാലും, പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാലും, സകല സാമ്രാജ്യങ്ങളും എതിരായാലും, അധികാരങ്ങളുടെ ശക്തി ഉപയോഗിച്ചാലും, വാഗ്ദത്തമുള്ളവൻ പുറത്തു വന്നിരിക്കുമെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. വാഗ്ദത്തമുള്ള ചില തലമുറകളെ പിടിച്ചൊതുക്കുന്ന മണ്ഡലങ്ങൾ, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, സ്റ്റാമ്പ് ചെയ്ത് ഒതുക്കുന്നത് പോലെ ചില മുദ്രകൾ പിശാച് കൊണ്ട് പതിപ്പിച്ചിട്ട് പറയുന്നു, ഇനിയും പുറത്തു വരത്തില്ല, ഇനിയും പുറത്തു വിടത്തില്ല, ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കും. നോ, അഭിഷേകമുള്ളവൻ പൊട്ടി പുറത്തു വരാൻ പോകുന്നു. അഭിഷേകമുള്ളവൻ അവിടെ ഇല്ല കേട്ടോ. പിശാച് പിടിച്ചൊതുക്കാൻ നോക്കിയെടുത്ത് അവനെ അവിടെ ഇല്ല. അവൻ അവിടെ ഇല്ല. ഇനിയും ആ വ്യക്തി അവൻ അവിടെ ഇല്ല, ആ സഹോദരൻ അവിടെ ഇല്ല, സഹോദരി അവിടെ ഇല്ല. ആത്മനിയോഗമുള്ളവനെ പിടിച്ചൊതുക്കി തളയ്ക്കാൻ നോക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, അവർക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല. അഭിഷേകമുള്ളവൻ അവിടെ നിന്ന് പുറത്തു വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിന് മേൽ വ്യാപരിക്കുകയാണ്. ആത്മനിയോഗമുള്ളവനെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരുന്നു. ആരടയ്ക്കാൻ നോക്കിയാലും അടച്ചവർ നോക്കി നിൽക്കേ, സാമ്രാജ്യങ്ങളും അധികാരങ്ങളും നോക്കി നിൽക്കേ, പാരമ്പര്യങ്ങൾ നോക്കി നിൽക്കേ, അധികാരത്തിൻ്റെ സകല ശൃംഖലകളെയും വെല്ലുവിളിച്ചുകൊണ്ട് വാഗ്ദത്തമുള്ളവൻ പറഞ്ഞു, ഞാൻ പുറത്തു വന്നിരിക്കുന്നു. പിടിക്കാമെങ്കിൽ പിടിച്ചോ, തടയാമെങ്കിൽ തടഞ്ഞോ. കഴിഞ്ഞ മിനിറ്റ് വരെ തടയാൻ നോക്കിയ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചില വാഗ്ദത്തങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുന്നു. അഭിഷേകമുള്ള ചിലർ ആത്മശക്തിയോടെ പുറത്തു വരുന്നു. അവർ നടക്കാൻ തുടങ്ങുന്നു. അവർ ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ നിയോഗിച്ചയക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുക. ആ സബ്ജക്റ്റ് ഇനി അവിടെ ഇല്ല കേട്ടോ. ആ വിഷയം അവിടെ ഇല്ല. ഇതാ അത് പുറത്തു വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. പിടിച്ചൊതുക്കി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ്, വേസ്റ്റ് എന്ന് പറഞ്ഞ്, ഇനി നിനക്ക് എങ്ങനെ പുറത്തു വരാൻ കഴിയുമെന്ന് പറഞ്ഞ്, സീല് വെച്ചൊതുക്കിയ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചെറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുസ്തകം തുറക്കുന്ന, മുദ്ര പൊട്ടിക്കുന്ന, കല്ലറകളെ പൊട്ടിക്കുന്ന, റൂമുകളിൽ അടച്ചിട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ജനം സ്വതന്ത്രരാകട്ടെ പിതാവേ. ഇവിടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. അവിടുന്ന് എങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വാഗ്ദത്തമുള്ളവൻ അവിടെ ഇല്ല. അവൻ പുറത്തു വന്നു, അവൻ പുറപ്പെട്ടു, സഞ്ചരിച്ചു, ചെയ്യേണ്ടത് ചെയ്തു. ആർക്കും തടയാൻ പറ്റത്തില്ല. ഇന്ന് പകലും ആ ദൈവസ്ഥാനത്ത് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.